കീമിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഫിസിക്കലി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സാണ് വേണ്ടതെന്നുള്ളത് 93rd പേജ് ഓഫ് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഒറിജിനൽ നമ്മൾ എന്തായാലും കൊണ്ടുപോകണം. അതിന്റെ കൂടെ നമ്മളൊരു 2 കോപ്പീസും കൂടെ എടുത്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ റെഫറൻസിനായിട്ട് ഇതിന്റെയൊക്കെ ഡ്യൂലി ഒരു സ്കാൻഡ്, അതായത് നല്ല ക്ലിയർ ആയിട്ട് പിക്ചർ വരുന്ന സ്കാൻ ചെയ്ത കോപ്പീസ് ഒന്നുമില്ലെങ്കിൽ PDF ഫോർമാറ്റിൽ സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. കാരണം നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ഫർദർ റെഫറൻസിന് അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും കോളേജ് ഓഫീസിൽ പോയി അപ്ലൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം വരണ്ട, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ 10th മാർക്ക് ലിസ്റ്റിൽ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അതാവാം, അല്ലെങ്കിൽ പാസ്പോർട്ട് ആവാം. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യണ ഏത് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും കോപ്പി നമുക്ക് എടുക്കാം. പിന്നെ രണ്ടാമത്തെ TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ്. TC നമ്മുടെ ഓൾറെഡി നമ്മുടെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. TC കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ അതിന് 6 months വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പൊ ഓൾറെഡി TCയുടെ കൂടെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ റിപ്പീറ്റർ കുട്ടികളാണെങ്കിൽ നമ്മളുടെ പഴയ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ പുതുക്കേണ്ടി വരും. അപ്പൊ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പഴയ സ്കൂളിൽ പോയി പഠിച്ച സ്കൂളിൽ പോയി അപ്ലൈ ചെയ്യുക, അപ്പൊ അവർ തരും. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നമ്മുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ സാക്ഷ്യപ്പെടുത്തി വാങ്ങിക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തത് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അതായത് ഹയർ സെക്കൻഡറി ഇക്വലന്റ് CBSE, ICSE അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ബോർഡിന്റെ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ കൊണ്ടുപോകണം. പ്ലസ് അതിന്റെ ഫോട്ടോ കോപ്പീസ് നമ്മൾ എടുക്കണം. 2 കോപ്പീസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ നാട്ടിൽ CBSE, ICSE അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് പഠിച്ചവർക്കൊന്നും ഇക്വലന്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. നമ്മൾ ഇതല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, +2 ഇക്വലന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇക്വലന്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുള്ളൂ. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഈഫ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ പഠിച്ച കുട്ടികൾക്ക് അത് ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ തമിഴ്നാട് സ്റ്റേറ്റോ അവിടെ എവിടെയെങ്കിലും ഒക്കെ പഠിച്ച കുട്ടികളാണെങ്കിലാണ് നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. പിന്നെയുള്ളത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അത് നമ്മുടെ 167 പേജിൽ അനെക്സ്ചർ 17A-യും B-യും ഉണ്ട്. അതിൽ B-ല് ആണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് നമ്മൾ അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു MBBS ഡോക്ടറിനെ കൊണ്ട് അതിൽ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് മെഷർമെന്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് വാങ്ങിക്കണം. എന്നിട്ട് അവരുടെ സീല്, സൈൻ, അതുപോലെ ഡെസിഗ്നേഷൻ ഒക്കെ വെച്ച് വാങ്ങിക്കണം. സീല് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കണം. അപ്പൊ അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് അടുത്ത പരിചയമുള്ള ഒരു ക്ലിനിക്കിൽ പോയി ഒരു ഡോക്ടറിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിലെ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. പക്ഷെ MBBS ഡോക്ടർ ആയിരിക്കണം. ആയുർവേദോ അല്ലെങ്കിൽ ഹോമിയോ ഡിസ്പെൻസറിന്നോ ഒന്നും നമുക്കത് വാങ്ങിക്കാൻ പറ്റില്ല. അടുത്ത് നമ്മുടെ ഫീ റെമിറ്റഡിന്റെ പ്രിന്റ് ഔട്ട് ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ സിക്ക് അടയ്ക്കുന്ന ഫീസിന്റെ റെസീപ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം എന്നുള്ളത്. അത് നമ്മൾ എന്തായാലും കൊണ്ടുപോയിരിക്കണം. അടുത്തത് നമ്മുടെ അലോട്ട്മെന്റ് മെമ്മോ ആണ്. അത് ഏത് അലോട്ട്മെന്റ് ഫേസ് കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചത് ആ അലോട്ട്മെന്റ് മെമ്മോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് അലോട്ട്മെന്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് അലോട്ട്മെന്റ് മെമ്മോ എടുക്കണം. തേർഡ് ഫേസ് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് അലോട്ട്മെന്റ് മെമ്മോ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ നമ്മൾ കീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഇൻക്ലൂഡിംഗ് റിസർവേഷൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ OBC NCL ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറി ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. SC ST റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ ചില കോളേജസ്, ഇപ്പൊ നമ്മള് കോളേജിന്റെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവര് സ്പെഷ്യലി ചിലപ്പോൾ 1-2 സർട്ടിഫിക്കറ്റ്സ് ആവശ്യപ്പെടും. അവരുടെ അതിൽ ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത് അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് അവരെന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യപ്പെടുന്നത് ആ ഡോക്യുമെന്റ്സ് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ എൻട്രൻസ് കമ്മീഷണർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കുറച്ച് ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ട്യൂഷൻ ഫീസ് ആയിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരിക. അത് കൂടാതെ തന്നെ നമ്മളുടെ PTA ഫണ്ട്, അതുപോലെ കുറച്ച് എക്സ്ട്രാ ഫണ്ടുകളൊക്കെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പൊ കുറച്ചൊരു പൈസ, അതായത് നമ്മളൊരു 10,000 to 15,000 ഗവൺമെന്റ് കോളേജസ് ആണെങ്കിൽ ഒരു 10,000 to 15,000 ചിലപ്പോൾ അതിലും കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. അത് പ്രൈവറ്റ് കോളേജസ് ആണെങ്കിൽ അവരുടെ ലിസ്റ്റിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ എത്ര ഫീസാണ് റിമിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ മറക്കാതെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സും നമ്മൾ കയ്യിൽ വെക്കുക. പ്ലസ് നമ്മൾ ആ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ കോപ്പി ഒരു 2 എണ്ണം വെച്ച് നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കുക. പ്ലസ് 2 എണ്ണം എക്സ്ട്രാ നമ്മുടെ കയ്യിൽ വെക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കുക, ശ്രദ്ധിക്കുക.